ഹായ് നമസ്കാരം. നിങ്ങളുടെ സ്വന്തം അളിയെ വീണ്ടും വന്നിട്ടുണ്ട്. അളിയെ ഇപ്പോൾ ഏകദേശം വീഡിയോ ഇട്ടിട്ടൊരു 4 ദിവസമായി. എന്ന് പറഞ്ഞാൽ അളിയെ ഈ വിഷുവിൻ്റെ ഒക്കെ തിരക്കായിരുന്നു, ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അളിയെ ഇവിടെ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടുള്ള ഫ്രൂട്ടിൻ്റെ എല്ലാം വിത്ത് അകത്തായിരിക്കും. പക്ഷേ ഇന്ന് അളിയൻ കാണിച്ചു തരാൻ പോകുന്ന ഫ്രൂട്ടിൻ്റെ വിത്ത് പുറത്താണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നല്ല അളിയാൻ പറയാം. നിങ്ങൾ ആരും ചിരിക്കുകയൊന്നും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ പറങ്കാണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കശുമാവ് അങ്ങനെയാണ് നമ്മുടെ എവിടെയൊക്കെ പറയുന്നത്. ഒരു പറങ്കാണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ കമൻ്റൊക്കെ ഇടും. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഏരിയയിൽ പല പല പേരുകളായിരിക്കും. അപ്പോൾ എന്തായാലും ആ ചെടി അളിയൻ കാണിച്ചു തരാം. വേണ്ട, നമുക്കിവിടെ നിന്ന് അളിയനിങ്ങനെ കൈയെത്തി പറിക്കാവുന്ന രീതിയിലാണ് വേണ്ട കാശ് നിൽക്കുന്നത്. കൊല കുത്തിയാണ് കാശ് നിൽക്കുന്നത്. ഇതിൽ ഏകദേശം 10-15 കായകളുണ്ട്. വേണ്ട, ഇതിന് അത്യാവശ്യം മഴയുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രൂട്ട് പിടിക്കും. വേണ്ട, അവിടെ ഉണ്ട്, ഇവിടെ വേണ്ട. വേണ്ട അളിയെ നിങ്ങൾക്ക് വേണ്ടി രാവിലെ പറിച്ചു വെച്ചതാണ്. അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞൊക്കെ പോവും, അല്ലെങ്കിൽ വല്ല കിളികളൊക്കെ പറിച്ചിട്ട് പോകും. ഇതാണ് അളിയൻ പറഞ്ഞ വേണ്ട കശുവണ്ടി. ഇതിൻ്റെ എല്ലാവരും കണ്ടല്ല, ഇതിൻ്റെ അണ്ടി പുറത്ത് നിൽപ്പുണ്ട്. വേണ്ട, ഇതാണ് കശുവണ്ടി. ഇതൊന്നല്ലേ വേണ്ട, ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പഴം കഴിക്കാൻ വേണ്ടി. ഇപ്പോഴും കുറവാണ് എല്ലാ വീടുകളിലും. വേണ്ട, എല്ലാ വീടുകളിലും ഇത് കുറവാണ്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് തൈകൾ കിട്ടാണ്ട്. ഇത് വർഷങ്ങളായി നട്ടിട്ട്. അതുപോലെ തന്നെ ഇതിൽ വൈൻ ഉണ്ടാക്കാനൊക്കെ പറ്റുമെന്നാണ് അളിയൻ കേട്ടിട്ടുള്ളത്. ഇതുവരെ അളിയൻ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പഴം കഴിക്കാൻ വേണ്ടി. പഴം 2 കളറാണ്. ഒന്ന് നല്ല റെഡിലും വരും, ഇതുപോലെ യെല്ലോ കളറിലും വരും. അതൊക്കെ അളിയൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നും. എന്തെന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇപ്പോഴത്തെ തലമുറ കഴിച്ചിട്ടുണ്ടാവാനും ചാൻസ് കുറവാണ്. എന്തായാലും ഇടയ്ക്ക് ഇതിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അളിയൻ്റെ പഴം അറുത്ത് തരാം. അതുപോലെ തന്നെ പണ്ട് നമ്മൾ വേണ്ട ഇതുപോലെ നല്ല മുക്കാ തണ്ടി പറിക്കും. ഇത് പറിച്ചിട്ട് ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്യും. വേണ്ട ഇതുപോലെ കട്ട് ചെയ്യണം. പക്ഷെ എന്തെങ്കിലും വേണം, ഒരു പേപ്പർ എന്തെങ്കിലും എടുക്കട്ടെ. ഇത് കയ്യിൽ വെച്ച് ആരും കട്ട് ചെയ്യാതിരിക്കുക. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇതിൻ്റെ കറ പറ്റിക്കഴിഞ്ഞാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്താളേ വേണ്ട ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പേപ്പറോ തുണിക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് എടുക്കാവൂ. പിള്ളേരായാലും ആരായാലും. എന്താ നല്ല ടേസ്റ്റാണ്. അതായത് ഇതുപോലെ ലൈവായിട്ട് ഇങ്ങനെ അറുത്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. ഇതുപോലെ വേണ്ട നല്ല പരിപ്പാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് തൈകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ ഏരിയയിൽ പനച്ചമൂട്, അതുപോലെ കിളീർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നല്ല നഴ്സറി ഉണ്ട്. അവിടെ ഇതിൻ്റെ നല്ല തൈകൾ വന്നിട്ടുണ്ടെന്ന് അളി അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അളിയാൻ അടുത്ത് വരുന്ന എപ്പിസോഡിൽ ചെയ്യും. അതായത് ഈ കശുമാവ് മാത്രമല്ല, അതുപോലെ തന്നെ മാവ്, പ്ലാവ്, ഇതിൻ്റെ എല്ലാം ഒരു നല്ലൊരു കളക്ഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ അളിയൻ പതിവ് പറയും പോലെ എന്തായിട്ടായാലും വീട്ടുവളപ്പിൽ ഇതുപോലെ എന്തായിട്ടായെങ്കിലും ഒരു ഫ്രൂട്ട് വളർത്തുക. അതിൽ നിന്ന് ഇതുപോലെ ഒരു പഴം അടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. ഒരാളി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.